Hi everybody, welcome to my channel Biju George TV Tips. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ 43 ഇഞ്ച് ഒരു ടി വിയുടെ പവർ സപ്ലൈ ഡെഡായത് നമ്മൾ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണുള്ളത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പാർക്കിംഗ് വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഒരു സ്പാർക്കിംഗ് വന്നു. അത് മോസ്പെറ്റിനുള്ളിൽ നിന്നാണോ എന്നറിയത്തില്ല. എന്തായാലും അത് വന്നപ്പോൾ തന്നെ ഈ ഫ്യൂസ് പോയി. ഓക്കെ, ഫ്യൂസ് പോയിട്ടുണ്ട്. 5 ആംപിയർ. ആ സെയിം ടൈം തന്നെ നമ്മുടെ സ്വിച്ചിങ് IC പോയി. ഇത് 3S111 ICയുടെ ഡീറ്റെയിൽസ് തരാം. 3S111. അപ്പോൾ നമ്മൾ ഈ IC റീപ്ലേസ് ചെയ്യും, മോസ്പെറ്റും റീപ്ലേസ് ചെയ്യും. അതിൻ്റെ കൂടെ സ്പാർക്കിംഗ് കണ്ടില്ലേ? ഇത് രണ്ടും റീപ്ലേസ് ചെയ്തിട്ട് TV റെഡിയാക്കി എടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി ഐ ഫൈൻഡ് ദ IC, old one and removing and fixing new IC. ഓക്കെ, നമ്മുടെ IC ഫിറ്റ് ആയിട്ടുണ്ട്. ഇത് 3S111. ഓക്കെ, MOSFET 24N60. पूरा old one 11N65. This one 24N60 M2. ഓക്കെ, അപ്പോൾ ഒരു ബൾബ് ലോഡ് കൊടുത്തിട്ടാണ്. ഫ്യൂസ് ചെയ്യാൻ പുതിയ ഫ്യൂസ് ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് ഒരു ബൾബ് ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ മൾട്ടിമീറ്ററിൽ നോക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൾട്ടിമീറ്ററും ഇതും കൂടെ നോക്കുക. 111 വോൾട്ട്, അത് ബാക്ക് ലൈറ്റിനുള്ളതാണ്. ഓക്കെ, ഇത് 7 വോൾട്ട്. ഇവിടെ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ്. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ഉള്ള പൊസിഷനിൽ 8 വോൾട്ട് കണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് 2 കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത്, മോസ്പെറ്റ് ഞാൻ എപ്പോഴും 24N 60 അങ്ങ് ഇടും.